ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് സീസറിന്. ഈ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തിയുള്ള രീതി ഭൂഷണമല്ല. ലീഗ് കാളിയായിരിക്കുകയും മതനേതാവായ കാളി പള്ളികളുടെ ഭരണപ്പട്ടം ചുമക്കുകയും ഒപ്പം രാഷ്ട്രീയമായി അതിൻ്റെ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നതിലെ അസ്വാരസ്യങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യണം. അത് ചെയ്തത് ഇടതുപക്ഷമല്ല, പണ്ഡിതന്മാരാണ്. ഉമർ ഫൈസി മുക്കമടക്കമുള്ള പണ്ഡിതന്മാരാണ് ഈ മതത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ അവകാശപ്പെട്ടവരാണ് ഇതൊക്കെ പറഞ്ഞത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ലീഗിനെ ഇത്ര നാൾ മതേതരത്വത്തിൻ്റെ പേരിലാണ് കേരള സമൂഹം പേറിയത്. ഇവിടെ ഇതാ അത് പൊലിയുകയാണ്. SDPIയുമായി വേദി പങ്കിടാനും SDPI ഇവരുടെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്താനും ഒക്കെയായി സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമായി കേരളം മാറുന്നു. അത് ഒരുപക്ഷേ ഫാസിസ്റ്റ് ശക്തികളെ ചൂഷണത്തിന് വിധേയമാകാൻ കൂടി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ സന്ദർഭങ്ങളാണ്. അതിനെ വളരെ സൂക്ഷ്മവും വളരെ ഭംഗിയായും നമുക്ക് കാണേണ്ടതുണ്ട്. അതെ അജിംഷ, അതെ. ലീഗ് ഒരു നൂൽപ്പാലത്തിൽ കൂടിയാണ് കറക്റ്റ് സഞ്ചരിക്കുന്നത്. ഒരു വശത്ത് മതം, മറുവശത്ത് രാഷ്ട്രീയം, ഐക്യ ജനാധിപത്യ മുന്നണി, പിന്നെ ഒരു വശം കൂടി ഉണ്ട്. അത് എവിടെയാണെന്ന് വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതാണ് ഈ SDPI എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു നൂൽപ്പാലം തന്നെയാണ്. പണ്ട് KM ഷാജി സ്വർഗത്തിൽ പോകുന്ന നൂൽപ്പാലത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചതല്ലേ, അതേമാതിരി ഇവിടെ ഞാൻ പക്ഷേ ലീഗിൻ്റെ ഉദ്ദേശശുദ്ധിയെയോ രാഷ്ട്രീയത്തെയോ രാഷ്ട്രീയ ബോധത്തെയോ രാഷ്ട്രീയ ലക്ഷ്യത്തെയോ രാഷ്ട്രീയ നിലപാടിനെയോ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കാരണം മുസ്ലിം ലീഗിന് ശക്തമായ ഒരു രാഷ്ട്രീയ അടിത്തറയുണ്ട്, രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ പാസ്റ്റ് ഉണ്ട്, ഒരു ഭൂതകാലമുണ്ട്. അത് മികച്ചതാണ്. അതിൻ്റെ അകത്ത് മതവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ആത്യന്തികമായിട്ട് അത് രാഷ്ട്രീയം കളിക്കുന്ന, രാഷ്ട്രീയം പ്രയോഗത്തിൽ വരുത്തുന്ന പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. എനിക്കതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം എൻ്റെ പത്രപ്രവർത്തന കാലഘട്ടത്തിൽ മൊത്തത്തിൽ തന്നെ ലീഗ് എൻ്റെ ഒരു പ്രധാന പാഠ്യ വിഷയമായിരുന്നു. ഞാൻ ഇന്ത്യ ടുഡേയിലായിരുന്നപ്പം പാണക്കാട് ശിഹാബ്ദങ്ങളെ കാണാൻ എത്രയോ തവണ പോയിട്ടുണ്ട്. ബാബരി മസ്ജിദ് തകർന്ന ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പാണക്കാട്ടുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അവരുമായിട്ട് നല്ല ബന്ധമുണ്ട്, ഇപ്പോഴുമുണ്ട്, യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടു കൂടിയാണ് SDPIയുമായിട്ടുള്ള ബന്ധം. അജിംഷാദെ, മുമ്പ് ലീഗ് അങ്ങനെ ആയിരുന്നില്ല. എനിക്കറിയാം, ഒരു കാലഘട്ടത്തിൽ കുറേ വർഷം മുമ്പ് MK മുനീറും ഈ പറയുന്ന KM ഷാജിയും ഒരു പ്രകടനം, ശക്തമായ ഒരു പ്രതിരോധം തന്നെ വർഗീയ കക്ഷികൾക്കെതിരെ തീർത്തു. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മലബാർ പ്രദേശത്തൊട്ടാകെ ലീഗിൻ്റെ ഒരു നിലനിൽപ്പിന് വർഗീയ കക്ഷികളെ തീണ്ടാപ്പാടകലെ നിർത്തേണ്ടത് ആവശ്യമാണ്. ലീഗിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. കാരണം വർഗീയതയ്ക്ക് ഒരു മയക്കുമരുന്നിൻ്റെ സ്വഭാവമുണ്ട്. അത് ആൾക്കാരെ കീഴ്പ്പെടുത്തും. വർഗീയത പറഞ്ഞ് ജനങ്ങളെ കീഴ്പ്പെടുത്തും. ഒരു കാലം കഴിയുമ്പോൾ, ഒരു ഘട്ടം കഴിയുമ്പോൾ ലീഗിൻ്റെ അണികൾ ചോർന്നു പോകും, വർഗീയ കക്ഷികളിലേക്ക് ചേരും. ഇപ്പോഴും ഞാൻ പറയാം, മലബാർ പ്രദേശത്ത് ഒരൊറ്റ മണ്ഡലത്തിൽ പോലും SDPIക്കോ അതുപോലെയുള്ള വർഗീയ കക്ഷികൾക്കോ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനോ ജയിക്കാനോ കഴിയില്ല. കാരണം ലീഗ് അത്ര ശക്തമാണ് അവിടെ. ലീഗിൻ്റെ പ്രതിരോധത്തിൽ അവർക്ക് ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല, തലപൊക്കാനാവില്ല. അതാണ് അവിടുത്തെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം ശരിക്കും മനസ്സിലാക്കാൻ കരുത്തുള്ള, മനസ്സിലാക്കാനുള്ള ബോധമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ഒരിക്കലും ഈ വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുകയില്ല. അജിംഷാദ്, ഞാൻ കാണുന്ന ലീഗിൻ്റെ ഒരു നിലപാട് അതായിരിക്കും. അല്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നേ പറയണ്ടൂ. തീർച്ചയായിട്ടും ഈ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശരിയായിരിക്കാം, പരസ്പരമുള്ള സെമിനാറുകളിലൊക്കെ പങ്കെടുത്തിരിക്കാം. പക്ഷേ ഇത് അങ്ങനെ കാണാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പോകുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പോകുന്നു, MC ഇബ്രാഹിം വടകര പോകുന്നു, മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് പ്രസംഗിക്കുന്നു ആ വേദിയിൽ. ഒടുവിൽ അത് ലീഗ് നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം തിരുത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് യാദൃശ്ചികമാണോ എന്നുള്ളതാണ്. അതിനെയാണ് പാലക്കാട്ടെ ആഹ്ലാദ പ്രകടനവുമായി കൂട്ടിക്കെട്ടി വായിക്കേണ്ടി വരിക. അത് കുറഞ്ഞ പക്ഷം മാതൃസംഘടന, ലീഗ് നേതൃത്വം
അദ്ദേഹത്തെ വിലക്കിയല്ലോ. അദ്ദേഹം പോയത് ശരിയായില്ല എന്ന് പറഞ്ഞുവല്ലോ. ആ ഒരു വിലക്കിനൊരു രാഷ്ട്രീയ അർത്ഥമില്ലേ, ഒരു രാഷ്ട്രീയ മാനമില്ലേ അജിം ഷാദേ? അല്ല, പക്ഷേ അങ്ങനെ വിലക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയകളിൽ അത് കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് വേദികളിൽ അത് കാണുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ KM ഷാജിയുടെ നോട്ടീസ് അത് കാണുന്നില്ല, അതിൽ കാണുന്നില്ല. മാത്രമല്ല ഈ CCTV ദൃശ്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ SDPI നേതാക്കന്മാരടക്കമുള്ളവർ, ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരടക്കമുള്ളവരുമായി ലീഗ് നേതാക്കന്മാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്നും ഇത് കാണുന്നില്ല. അപ്പോൾ ലീഗ് വിദഗ്ധമായി അവർക്ക് മേലുള്ള മതേതരത്വത്തിൻ്റെ തൂവാലയെ വളരെ വിദഗ്ധമായി ഉപയോഗിക്കുകയാണ് ഈ കൺകെട്ടിന്. അങ്ങനെ സംശയിക്കാം, അത് ചിലപ്പോൾ പുറത്തു ചാടുന്നു എന്നാവാം. അങ്ങനെയും രാഷ്ട്രീയമില്ലേ സാർ? അതില്ല, ഉണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട്ട് തിരഞ്ഞെടുപ്പിൽ അവിടെ UDF ജയിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു പക്ഷേ കോൺഗ്രസ് തന്നെ ആ ബന്ധത്തിന് ഒരു പച്ചക്കൊടി, മറ്റേ പച്ചക്കൊടിയാണ് കേട്ടോ, റെയിൽവേയിലൊക്കെ കാണിക്കുന്ന പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടാവും, സംശയമൊന്നുമില്ല. പക്ഷേ അത് ആത്യന്തികമായിട്ട് അത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും അത്തരം വീഴ്ചകളിലേക്ക്, അത്തരം പടുകുഴിയിലേക്ക് ലീഗ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരള രാഷ്ട്രീയത്തിൽ ലീഗ് നിലനിൽക്കുന്നത് പ്രധാനമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്കാണ്. അതുമാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ രണ്ടാമത്തെ വലിയ കക്ഷി. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, കരുണാകരൻ്റെ കാലത്ത് കോൺഗ്രസിൻ്റെ അടുത്ത കൂട്ടാളിയാണ് ലീഗ്. എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ബന്ധമാണത്, എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഐക്യമാണ് ആ മുന്നണിയിലുള്ളത്. ആ ഐക്യത്തിനെ ബാധിക്കും. കാരണം മുസ്ലിം ലീഗ് മറ്റ് ചില ഇടപാടുകളിലേക്ക് കടന്നാൽ അത് ബാധിക്കുക ഐക്യജനാധിപത്യ മുന്നണിയെയാണ്. അത് കോൺഗ്രസിനായിരിക്കും ആത്യന്തികമായി അപകടം ചെയ്യുക. ഏറ്റവും വലിയ ശക്തി സ്രോതസ് UDFൻ്റേത് എന്ന നിലയിൽ ഒരു പക്ഷേ നയിക്കുന്ന കോൺഗ്രസ് ഉണ്ട് എങ്കിൽ പോലും വളരെ ശക്തി സ്രോതസ് ഉണ്ട്. ഈ 140 മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ ബഹുഭൂരിപക്ഷവും വരുന്നതിൽ UDFൻ്റെ മണ്ഡലങ്ങളിൽ ലീഗിൻ്റെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ശ്രീ PS സലിം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മുസ്ലിം ലീഗ് എന്ന പേരുള്ള ഒരു പാർട്ടിയെ മതേതര പാർട്ടിയായി കാണാൻ കേരളീയർ തയ്യാറാകുന്നു. അങ്ങനെ തയ്യാറായി UDFനെ പോലൊരു മതേതര മുന്നണിയിൽ ലീഗ് പ്രവർത്തിക്കുന്നതിനെ അനുകൂലിക്കുന്ന ഒരു ഭാവം കേരളം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം സമീപനങ്ങൾ മുസ്ലിം ലീഗിൽ നിന്നുണ്ടായാൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതാണ് താങ്കൾ നേരത്തെ അപ്രസക്തമാണ് ഇത്തരം വാദങ്ങൾ എന്ന് പറയുന്നതിന് പിന്നിലെ വസ്തുത എന്നത്.